ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിന് ശേഷം ഉള്ള ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും നോമ്പ് ഒക്കെ നോക്കി ക്രിസ്മസ് ആഘോഷിച്ചു. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് പുതുവത്സര ആഘോഷത്തിന് വേണ്ടിയിട്ടാണ്. അതായത് 2025 നമ്മൾ പുറകിൽ തള്ളിക്കൊണ്ട് 2026 സ്വീകരിക്കാൻ പോകുന്നതായ ഈ അവസരത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ രക്ഷിതാവിനെ മറന്നിട്ടാണോ ഇതൊക്കെയും നാം ചെയ്യുന്നതെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നത് എന്താണെന്നാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം ശൂന്യമായ ഭാവി. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ശൂന്യമായ ഭാവി. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാക്കുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ഭംഗം വരുന്നുവെന്ന് സദൃശവാക്യം 10:28 പറയുന്നുണ്ട്. ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവരുടെ പ്രയത്നങ്ങൾ പലപ്പോഴും വിജയിക്കുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ അവരുടെ ഏറ്റവും ഉന്നതമായ നേട്ടങ്ങളിൽ പോലും അവർ ആഗ്രഹിക്കുന്ന സമ്പൂർണമായ സംതൃപ്തി അവർക്ക് ലഭിക്കുവാൻ സാധ്യമല്ല. സദൃശവാക്യങ്ങളുടെ എഴുത്തുകാരൻ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും എന്ന് പറയുമ്പോൾ ആരെങ്കിലും അതിനെ ഖണ്ഡിക്കുമെന്ന് ഭയപ്പെടുന്നില്ല. മാനസാന്തരപ്പെടാത്ത പാപികൾ തങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ നേട്ടങ്ങളെ തന്നെയും നിത്യതയുടെ വെളിച്ചത്തിൽ കാണുകയാണെങ്കിൽ അവ കുമിളകൾ പോലെ ക്ഷണഭങ്കുരവും അശേഷം വിലയില്ലാത്തതുമായവയുമാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്ത ലൗകികമായ എല്ലാ പ്രതീക്ഷകളും അഭിവാഞ്ചകളും വെറുതായി പോകുകയുള്ളൂ എന്ന് GS ബോവാസ് എന്ന എഴുത്തുകാരൻ പറയുന്നു. ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളതിലേക്കും ശക്തിമാന്മാരായ 4 ഭരണാധികാരികളെ ചൂണ്ടിക്കാണിച്ച് കൊണ്ട് അദ്ദേഹം തുടർന്ന് എഴുതിയിരിക്കുകയാണ്. മഹാനായ അലക്സാണ്ടർ ജാതികളെയും രാജാക്കന്മാരെയും എല്ലാം കീഴടക്കിയെങ്കിലും അദ്ദേഹത്തിന് സംതൃപ്തി ലഭിച്ചില്ല. ഇനിയും പിടിച്ചടക്കാൻ രാജ്യങ്ങളില്ലല്ലോ എന്ന് അദ്ദേഹം വിലപിച്ചു. ഭോഗാസക്തനായി അധപ്പതിച്ചു നിലയിൽ അകാല ചരമം പ്രാപിക്കുകയും ചെയ്തു. താൻ കൊലപ്പെടുത്തിയ വീരയോദ്ധാക്കളിൽ നിന്നെടുത്ത മോതിരങ്ങൾ കൊണ്ട് 3 പറ നിറച്ചു എന്ന് പറയപ്പെടുന്ന ഹാനിബാൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തു. ആരും അറിയാതെയും ആരും വിലപിക്കാനില്ലാതെയും ലോകത്തോട് യാത്ര പറഞ്ഞു. ലക്ഷക്കണക്കിന് ശത്രുക്കളെ കൊന്നൊടുക്കി അവരുടെ രക്തത്തിൽ ആറാടി 800-ൽ പരം നഗരങ്ങൾ പിടിച്ചെടുത്ത ജൂലിയസ് സീസർ തൻ്റെ ഏറ്റവും മഹത്തായ വിജയരംഗത്ത് വെച്ച് തന്നെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരായാൽ കുത്തിക്കൊലപ്പെടുത്തപ്പെട്ടു. യൂറോപ്പിലെ കിടിലം കൊള്ളിച്ച ഭരണാധികാരിയായ നെപ്പോളിയൻ തൻ്റെ ജീവിതകാലാന്ത്യത്തിൽ നാട് കടത്തപ്പെട്ട് ഏകനായി കഴിഞ്ഞുകൂടേണ്ടി വന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ സ്വന്തം സാമർഥ്യം കൊണ്ട് വിജയിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും ഭാവി ശൂന്യമായിരിക്കുമെന്ന ശലോമോൻ സൂചിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയിക്കാൻ ഇല്ല എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. സ്നേഹിത, കർത്താവിനെയും അവൻ്റെ ദിവ്യഹിതത്തെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ 2025 എങ്ങനെ ജീവിച്ചു, എങ്ങനെ ഏതൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തു എന്നൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അത് നാം തിരുത്തുന്നുവെങ്കിൽ നാം ദൈവമക്കളായി മുമ്പോട്ട് ബാക്കിയുള്ള ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനായിട്ട് ജനുവരി 1, 2025 മുതൽ ഇന്നേവരെ നാം ചെയ്തിട്ടുള്ളതായ നല്ലതും ദോഷകരവുമായ കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുത്ത് നല്ല കാര്യങ്ങളെ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാനും മോശമായ കാര്യങ്ങളെ, ആ പാപങ്ങളെ നമ്മൾ ഇനിയും അത് ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം ദൈവത്തിരുമുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അത് നമ്മൾ ആവർത്തിക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതിന് 2 അഭിപ്രായം ഉണ്ടാകുകയില്ല. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമല്ല നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ഭാവിയും ശൂന്യമായിരിക്കും എന്നതിന് 2 അഭിപ്രായം ഉണ്ടാകുകയില്ല. ഇന്നത്തെ ചിന്ത ശകലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമമാകുന്ന കരട് അവഗണിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ പിന്നീട് പശ്ചാത്താപത്തിൻ്റെ വേദന ഉളവാക്കുന്ന കോൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരായിരിക്കുന്ന എല്ലാവരുടെയും വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിനി ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ എൻ്റെ വല്യപ്പൻ്റെ പ്രായം ആകുമ്പോഴേക്കും ഞാൻ അനുദപിച്ചു കൊള്ളാം എന്ന് വിചാരിച്ച് പാപത്തിൽ നിന്നും പാപത്തിലേക്ക് വീഴുന്നതായ ഈ ലോകത്തിൽ അവന് ഏത് നിമിഷം അവനെ
തൻ്റെ സൃഷ്ടാവ് തിരികെ വിളിക്കും എന്ന് അറിയാൻ മേലാത്ത ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആയതിനാൽ നാം ഇന്ന് ചെയ്യേണ്ടത്, നാം എപ്പോഴും ദൈവത്തിൽ ശരണപ്പെട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയും നമ്മൾ ചെയ്തിട്ടുള്ളതായ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളുടെ ഈ വർഷം, ഈ 2025 കഴിയുന്നതോടുകൂടി നമ്മൾ ഒരു തീരുമാനം കൂടി എടുക്കുകയാണ് എങ്കിൽ 2026 ജനുവരി 1 മുതൽ നമുക്ക് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ബാക്കിയുള്ള ജീവിതമെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ സഫലമായി ജീവിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോടൊപ്പം തിരികെ പോകുന്നതിന് വേണ്ടിയിട്ട് നാം തയ്യാറാകുവാൻ വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ, ഈ വർഷാവസാനത്തിൽ ഓർപ്പിച്ചുകൊണ്ട് പുതുവത്സര ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.